ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മന്ദര അർത്ഥം മോശമായ കൂട്ടുകെട്ടിന്റെ പ്രതീകമാണ്. കൈകേയിക്ക്, അതായത് ബുദ്ധിക്ക്, ഭരതനേക്കാൾ ഇഷ്ടം ശ്രീരാമനെയായിരുന്നു. ബുദ്ധിക്ക് വിവേകമാണ് ഇഷ്ടം. പക്ഷേ എപ്പോഴാണോ ബുദ്ധി പരചിന്തനയിൽപ്പെടുന്നത്, അപ്പോൾ സ്വന്തം നിയന്ത്രണം വിട്ടുപോകുകയാണ്. ശരീരത്തിന്റെ നിയന്ത്രണം, ആത്മനിയന്ത്രണം അവിടെ വിട്ടുപോകുകയാണ്. ഒരു വ്യക്തി വിവേകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ഒരു വിഘ്നമാണ് പരചിന്തന, പരദൂഷണം. പരചിന്തനയ്ക്കും പരദൂഷണത്തിനും അത്ര പ്രഭാവമുണ്ട്, വിവേകത്തെ പോലും ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ദശരഥനെ പോലെയുള്ള 10 ഇന്ദ്രിയങ്ങളെ ജയിച്ചവരെയും പരചിന്തന, പരദൂഷണം, മോശമായ കൂട്ടുകെട്ട് പ്രഭാവത്തിൽപ്പെടുത്തും. ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോഴാണ് ദശരഥ മഹാരാജാവ് സുമൻ എന്ന മന്ത്രിയെ അവരെ യാറാൻ വേണ്ടി പറഞ്ഞുവിടുന്നു. പക്ഷേ അവിടെ ശ്രീരാമൻ എന്ന് പറയുന്ന വിവേകം സുമൻ എന്ന മന്ത്രിയോട്, സുമൻ അർത്ഥം സു എന്ന് വെച്ചാൽ നല്ലത്, മനസ്സ്, നല്ല മനസ്സ് എന്നാണ് ഇവിടെ ആധ്യാത്മിക രഹസ്യം. ശ്രീരാമൻ പറയുന്നു, ഏതു രാജ്യത്താണോ വിവേകം, ത്യാഗം, പവിത്രത നഷ്ടമായിരിക്കുന്നത്, ആ രാജ്യത്ത് നല്ല മനസ്സുള്ളവരെങ്കിലും ആവശ്യമാണ്. അതിനാൽ സുമൻ എന്ന മന്ത്രിയോട് തിരിച്ച് ദശരഥന്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറയുന്നു. കാരണം ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് വളരെ ദുഃഖിതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല മനസ്സിന്റെ കൂട്ടുകെട്ട് ആവശ്യമാണ്. ആധ്യാത്മിക രീതിയിൽ നോക്കുകയാണെങ്കിൽ ദശരഥൻ എന്ന് പറയുന്ന 10 ഇന്ദ്രിയങ്ങളെ ജയിച്ച രാജാവിൽ നിന്നും വിവേകമാകുന്ന ശ്രീരാമൻ, ത്യാഗമനോഭാവമാകുന്ന ലക്ഷ്മണൻ, പവിത്രതയാകുന്ന സീത നഷ്ടമാകുകയാണ്. അതോടുകൂടി ദശരഥന്റെ ആത്മനിയന്ത്രണം നഷ്ടമാകുന്നു. വ്യക്തി സ്വനിയന്ത്രണമില്ലാതെ അജ്ഞതയുടെയും അധർമ്മത്തിന്റെയും കാട്ടിലേക്കുള്ള യാത്രയാണ് തീരുമാനിക്കുന്നത്. ആത്മാരാമന്റെ യാത്രയാണ് ഈ കൽപ്പം. അതായത് സൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പം ആത്മാരാമന് പകുതി അയോധ്യവാസം കാണാണ്. ആരംഭത്തിൽ ഈ സൃഷ്ടിയിൽ സത്യത്രേതായുഗം എന്നീ 2 യുഗങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഓരോ ആത്മാവും സുഖം, ശാന്തി, സംതൃപ്തി, പവിത്രത എന്നീ രാജഭോഗങ്ങളോടുകൂടിയാണ് ജീവിച്ചത്. ആ യുഗത്തിനെയാണ് സത്യയുഗം, ത്രേതായുഗം എന്ന് പറയുന്നത്. ഈ 2 യുഗത്തിന്റെ അത്രയും സുഖകരമായിരുന്നു. അങ്ങനെ പകുതി കൽപ്പം കഴിഞ്ഞ ഉടൻ അടുത്ത പകുതി കൽപ്പം വാസം കലിയുഗം. കാനനം എന്ന് വെച്ചാൽ ദുഃഖം എന്നാണ്. ഈ ദുഃഖത്തിന്റെ ലോകത്തിലേക്കാണ് യാത്ര തുടരുന്നത്. ഒരു സൃഷ്ടി എന്ന് വെച്ചാൽ അയ്യപ്പന്റെ ഒരു കൽപ്പമാണ്. ഇതിൽ പകുതി സ്വർഗവും പകുതിയുമാണ്. ആദ്യത്തെ പകുതിയിൽ നാം ഓരോ ആത്മനാണ് ജീവിച്ചിരുന്നത്. രണ്ടാമത്തെ പകുതി വരുമ്പോൾ നാം സ്വയമാണ് എന്ന സ്മൃതിയിൽ വരുന്നു. എപ്പോഴാണോ സ്വയം ദേഹം എന്ന സ്മൃതി, അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മളെ ഈശ്വരനെ സ്മരിക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു കൽപ്പത്തിൽ അനേകം ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളാണ് സത്യയുഗം, ത്രേതായുഗം. കാലഘട്ടവും ആത്മാവിൽ സർവഗുണങ്ങൾ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതം സമ്പൽ സമൃദ്ധ രാജ്യം എന്ന് പറഞ്ഞിരുന്നത്. സത്യയുഗം എന്ന് വെച്ചാൽ സത്യയുഗമാണ്. അവിടെ 33 കോടിമാരായിരുന്നു ജീവിച്ചിരുന്നത്. ഓരോ അതും അതിൻ്റെതായ ഒറിജിനൽ ഗുണങ്ങൾ, യഥാർത്ഥ ഗുണങ്ങൾ, ശാന്തി, സന്തോഷം, സംതൃപ്തി, സ്നേഹം, ദയാരുണ എന്നീ ഗുണങ്ങൾ സ്വാഭാവികമായി അവിടെ നിറഞ്ഞിരുന്നു. അവിടെയും മനുഷ്യർ തന്നെയാണ് വസിച്ചിരുന്നത്. പക്ഷേ അവരുടെ ദിവ്യ ഗുണങ്ങളും നിറഞ്ഞു. അവരുടെ മഹിമയാണ് സർവ്വധന്യത. 16 തല സമ്പൂർണരായിരുന്നു.
സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു, മര്യാദ പുരുഷോത്തമരായിരുന്നു. ആത്മാവിൻ്റെ തൻവിധമാണ് ആദ്യത്തെ 2 യുഗത്തിൽ കാണിക്കുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും, ലാഭവും നഷ്ടവും, സന്തോഷവും സന്താപവും, ചൂടും നിന്ദയും സ്തുതിയും മാനവും അപമാനവും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആത്മാവ് പരമാത്മാവിനെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ആത്മരാമൻ ശരീരബോധത്തിൽ വന്ന് സ്വയം ദേഹമാണെന്ന മായയിൽ പെടാൻ തുടങ്ങുകയാണ്. ഒരു കൽപ്പത്തിൽ സത്യ, ത്രേത, ദ്വാപര, കലി എന്നീ 4 യുഗങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ഈശ്വരനിലേക്ക് അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ശ്രവണകുമാരൻ തൻ്റെ മാതാപിതാക്കൾക്ക് ദാഹിക്കുന്ന സമയത്ത് വെള്ളത്തിന് വേണ്ടി വെള്ളം കോരാനായി വരുന്നു. ആ സമയത്ത് ദശരഥ മഹാരാജാവ് വേട്ടയാടാൻ വേണ്ടി ആ ഭാഗത്തുണ്ടായിരുന്നു. ശ്രവണകുമാരൻ തൻ്റെ അന്ധരായ മാതാപിതാക്കൾക്ക് വെള്ളം എടുക്കുന്ന സമയത്ത് ഏതോ മൃഗം അവിടെ വെള്ളം കുടിക്കുന്നു എന്നോർത്ത് ദശരഥ മഹാരാജാവ് ഒളിയമ്പ് എയ്യുകയാണ്. ആ അമ്പ് ശ്രവണകുമാരൻ്റെ ദേഹത്ത് കൊള്ളുകയും അവിടം കൊണ്ട് ശ്രവണകുമാരൻ ജീവൻ വെടിയുകയാണ്. ഉടനെ ആ ശബ്ദം കേട്ടതും ദശരഥ മഹാരാജാവ് ആ ഭാഗത്തേക്ക് പോകുന്നു. ശ്രവണകുമാരൻ സംഭവങ്ങൾ പറയുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് ഈ വെള്ളം കൊണ്ടുപോയി കൊടുക്കണമെന്ന്. ദശരഥ മഹാരാജാവ് വെള്ളം കൊടുക്കുമ്പോൾ തൻ്റെ മകനാണെന്ന് ഓർത്ത് തൊട്ടു നോക്കുകയാണ്. അപ്പോഴാണ് ദശരഥ മഹാരാജാവ് സംഭവം അറിയിക്കുന്നത്. തനിക്കുള്ള ഏകപുത്രൻ ഇങ്ങനെ അമ്പെയ്ത് മരിച്ചു എന്നറിഞ്ഞ ദുഃഖം ദശരഥ മഹാരാജാവിനെ ശപിക്കാൻ പ്രേരിപ്പിച്ചു. ഞങ്ങളെങ്ങനെ പുത്രശോകം കൊണ്ട് മരിക്കുന്നു, പുത്രദുഃഖം കൊണ്ട് അവരും മരിക്കുകയാണ്, അതുപോലെ താങ്കളും പുത്രശോകം കൊണ്ട് തന്നെ മരിക്കും എന്ന് ശാപമിടുകയാണ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? അതായത് അറിയാതെ ഒരു തെറ്റ് ചെയ്ത് ദശരഥന് പോലും താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞ് എത്രയോ തെറ്റുകളും പാപങ്ങളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നാം എപ്പോൾ തീർക്കാനാണ്? കർമ്മത്തിൻ്റെ ഗഹനമായ ഗതിയും പറയുന്നത് വിതച്ചത് കൊയ്യും എന്നാണ്. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും എന്നാണ്. അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്നാണ്. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. ഈ ഭൂമി കർമ്മക്ഷേത്രമാണ്. നാം ചെയ്യുന്ന ഓരോ കർമ്മവും വിത്താണ്. ചില വിത്ത് ഇട്ട ഉടൻ കിളുക്കുന്നുണ്ട്, ചിലതോ 10 ദിവസമാകും, ചിലതോ മാസക്കണക്കാകും. അതേപോലെയാണ് നാം ഈ ഭൂമിയിൽ എന്ന് ജനിച്ചു വീണോ അന്ന് മുതൽ കർമ്മം ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മുടെയും ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ഫലം ആത്മാവിൽ തന്നെയാണ് തട്ടുന്നത്. ഹരേ രാമ